നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്ന 101 കവിതകളടങ്ങിയ സമാഹാരത്തിലെ ഒരു കവിതയെക്കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കവിതയുടെ പേര് നേർവഴി. അത് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ 94ാമത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ടാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. ഇന്നലെ ദീർഘമായ ഒരു യാത്ര തൃശ്ശൂരും കോട്ടയവും അങ്ങനെ പലയിടങ്ങളിലെല്ലാം പോയി പാതിരാത്രിയിലാണ് വന്നെത്തിയത്. അതിൻ്റെ ആലസ്യമുണ്ട്. ഒപ്പം കുറേ മഴ നനഞ്ഞതുമൊക്കെയായി നല്ല പനിയും ജലദോഷവും കൊണ്ട് ശരീരം അനക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. എന്നിട്ടും വീട്ടുകാർ പറഞ്ഞിട്ട് പോലും കേൾക്കാണ്ട് ഇതിനു വേണ്ടി ഷൂട്ട് ചെയ്യുമ്പോൾ ശാരീരികമായി നല്ല ക്ഷീണമുണ്ട്, മാനസികമായി നല്ല ആരോഗ്യവുമുണ്ട്. 1-2 ദിവസം മരുന്നുകൾ കഴിക്കുമ്പോൾ മാറും എന്ന് തന്നെയാണ് വിശ്വാസം. പക്ഷേ 93 എപ്പിസോഡ് വരെ മുടങ്ങാതെ പ്രക്ഷേപണം ചെയ്ത ഈ കവിതകൾ ഇനി ആകെ 7 കവിതകളേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ വല്ലായ്മകളുമുണ്ട്. എങ്കിലും ഇതിലെ ഒരു കവിതയെക്കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നേർവഴി. ജീവിതത്തിന് ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായാലും ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് നല്ലതും ചീത്തയും ഉൾപ്പെട്ടതാണ്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, എല്ലാം നേടി എല്ലാ സൗഭാഗ്യങ്ങളും നേടിയൊരു ശ്രീരത്നം, അവരെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് പോലും. വാർദ്ധക്യത്തിൻ്റെ അവശതകൾ മൂലം കഴിയുന്ന അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ മാനസികമായി ഒരുപാട് തളർന്നുപോയി. എങ്കിലും കാലം ഓരോരുത്തരിലും വരുത്തുന്ന പരിവർത്തനങ്ങൾ എന്തൊക്കെയാണ്? കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന് എങ്ങനെയാണ് പറയുക? നമ്മുടെ ജീവിതാനുഭവങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന നേർരേഖ എന്ന് ഞാൻ വളരെ വിശകലനത്തോടുകൂടി പറയുന്നു. നമ്മുടെ അനുഭവങ്ങൾ നമ്മളിലുണ്ടാക്കുന്ന ചലനങ്ങൾ അത് മറ്റുള്ളവരോട് പറഞ്ഞറിയിക്കാൻ തന്നെ പ്രയാസമാണ്. എന്ത് നേടിയാലും എന്ത് നേടിയില്ലെങ്കിലും കാലത്തിൻ്റെ പരിവർത്തനം. മലകൾ ഇടിച്ച് മണ്ണാക്കുന്നു, മണ്ണ് പിന്നെയും മലയായി മാറുന്നു. തടികൾ വാതിലുകളും കട്ടളകളുമായി മാറുന്നു, പിന്നെയും വാതിലായി മാറുന്നു. ചിതലരിച്ച സ്വപ്നങ്ങളും ചിതലരിക്കാത്ത സ്വപ്നങ്ങളും അനുഭവങ്ങളും എല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് നേർവഴിയിലൂടെ ജീവിക്കാൻ ശ്രമിക്കുക എന്നതാണ്. അപ്പോൾ അങ്ങനെയൊരു പശ്ചാത്തലത്തിൽ ഞാൻ എഴുതിയ ഒരു കവിതയാണ് നേർവഴി. അതിലെ ചില വരികൾ ഞാനിവിടെ വായിച്ചു കേൾപ്പിക്കാം. സംസ്കാരം ഉൾക്കൊണ്ട ജീവിതശൈലിയിൽ, സംസ്കാരം ഉൾക്കൊണ്ട ജീവിതശൈലിയിൽ സംസാരം മന്നവനെ മാനുഷിക മൂല്യങ്ങളുള്ളവനാക്കുന്നു. സംസ്കാരം ഉൾക്കൊണ്ട ജീവിതശൈലിയിൽ സംസാരം മന്നവനെ മാനസിക മൂല്യങ്ങളുള്ളവനാക്കുന്നു. മനുഷ്യ മനസ്സിൻ്റെ ആരോഹണങ്ങളും അവരോഹണങ്ങളും, മനുഷ്യ മനസ്സിൻ്റെ ആരോഹണങ്ങളും അവരോഹണങ്ങളും അറിയുന്നവൻ്റെ മനസ്സ് ശാന്തിയുടെ പീഠത്തിലാവും.
മനുഷ്യ മനസ്സിൻ്റെ ആരോഹണങ്ങളും അവരോഹണങ്ങളും അറിയുന്നവൻ്റെ മനസ്സ് ശാന്തിയുടെ പീഠത്തിലാവും, ശാന്തിയുടെ പീഠത്തിലാവും, ശാന്തിയുടെ പീഠത്തിലാവും. സംസ്കാരം ഉൾക്കൊണ്ട ജീവിതശൈലിയിൽ സംസാരം മന്നവനെ മാനുഷിക മൂല്യങ്ങളുള്ളവരാക്കുന്നു. തുടർന്നുള്ള വരികൾ അതിനോടൊപ്പമുള്ള വിശ്വാസം കണ്ടാസ്വദിക്കുക. നിർത്തട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം.